ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Q3 അഥവാ Q3 എന്ന് പറയുന്നത്, അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാസങ്ങളായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് ബിറ്റ്കോയിൻ്റെ കേസിൽ. അപ്പോൾ അതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ മാസങ്ങളിൽ നമുക്ക് ബിറ്റ്കോയിനിൽ ഒരു മൂവ്മെൻറ്റ്, ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു $US പെയറിലുള്ള ഒരു 4 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കിയപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ട്രക്ചർ ലെവലിലേക്കുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുൻപ് ഇതേ സെയിം പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുള്ളത് കൊണ്ടും അതേ രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഇവിടെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ പോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് വീണ്ടും ഈ ഒരു സ്ട്രക്ചർ ലെവലിലേക്ക് ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് പോയിട്ടുള്ളത്. അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുകയും ദെൻ ഈ ഒരു സ്ട്രക്ചർ ലെവലിനെ ടച്ച് ചെയ്തുകൊണ്ട് അവിടേക്ക് ഒരു ടാർഗറ്റ് എടുത്തുകൊണ്ട് ദെൻ വീണ്ടും പ്രൈസ് താഴേക്ക് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാറ്റേൺ തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള, അതായത് ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അതേ പാറ്റേൺ തന്നെയല്ല ഇവിടെയും വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇനി ഇവിടെ പുതിയ ഒരു ചാർട്ട് പാറ്റേൺ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈസ് ആക്ഷൻ വെച്ച് ഇവിടെ എന്ത് ചാർട്ട് പാറ്റേൺ ആണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചാർട്ട് പാറ്റേൺ അവിടെ ഫോം ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ലൈൻ വരയ്ക്കുക, ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഈ രീതിയിൽ എനിക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇതുപോലൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ചാർട്ട് പാറ്റേൺ ആണ്? ഇതൊരു ബെയറിഷ് ആയിട്ടുള്ള പെനന്റ് ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ ബെയറിഷ് പെനന്റ് ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് വളരെയധികം ബെയറിഷ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ തന്നെയാണ്. അതായത് പ്രൈസ് ഇനിയും താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും നമുക്ക് ഇതുപോലുള്ള ഒരു ബെയറിഷ് പെനന്റ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു പെനന്റ് ചാർട്ട് പാറ്റേൺ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്കൊരു ബെയറിഷ് പെനന്റ് ചാർട്ട് പാറ്റേണുകൾ ഇവിടെ താഴേക്കായിരിക്കും നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടേണ്ടത്. എന്നാൽ ഇവിടെ നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയും ആൻഡ് ഇവിടെ പ്രൈസ് കുറച്ചൊന്ന് മുകളിലേക്ക് പോവുകയും ദെൻ അവിടെ നിന്ന് വളരെ ശക്തമായിട്ട് തന്നെ പ്രൈസ് താഴേക്ക് പോവുകയും ആൻഡ് നല്ല രീതിയിൽ തന്നെ പ്രൈസ് ക്രാഷ് ആവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെയും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെയറിഷ് പെനന്റ് ചാർട്ട് പാറ്റേണുകൾ നിങ്ങൾക്ക് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പരമാവധി ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് നിൽക്കാതിരിക്കുക. കാരണം ട്രെൻഡ് ഡൗൺ ട്രെൻഡ് തന്നെയാണ് ആൻഡ് ഇതൊരു ബെയറിഷ് ആയിട്ടുള്ള പെനന്റ് ചാർട്ട് പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇനിയും നല്ല രീതിയിൽ തന്നെ താഴേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. എന്നാൽ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടിയ പോലുള്ളൊരു ഫാൾസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആവാനായിട്ട് അവിടെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒരു എൻട്രി എടുക്കേണ്ട കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ആൻഡ് ഏകദേശം എത്രത്തോളം പ്രൈസ് താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ലെവലിൽ നിന്നും ഇവിടം വരെയുള്ള ഈ ഒരു ഏരിയ എടുക്കാം. അതായത് ഈ ഒരു പെനന്റ് ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയ ആ ഒരു ഏരിയ വരെയുള്ള ആ ഒരു ലെങ്ത് എടുക്കാം. ആൻഡ് ആ ഒരു ലെങ്ത് തന്നെ നമുക്ക് താഴേക്കും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 14K പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഏകദേശം ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഈ ഒരു ബെയറിഷ് പെനന്റ് ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ സംഭവിച്ച പോലുള്ള ഒരു ഫ്രീ ഫോൾ ആയിരിക്കില്ല ഇവിടേക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യവും കൃത്യമായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഈ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള പെനന്റ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ള സൈൻ തന്നെയാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഈ ഒരു ചാർട്ട് പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതിനുള്ളിൽ ട്രേഡ്സ് ഒന്നും എടുക്കാതിരിക്കുക. ആൻഡ് ഇനി നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഞാൻ ഈ ട്രെൻഡ് ലൈൻസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടേക്ക് ഞാനൊരു CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് CPR ലെവൽസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടേക്ക് ഞാൻ സപ്പോർട്ട് ലൈൻസും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലൈൻസും കൊണ്ടുവന്നിട്ടില്ല, അത് ഞാൻ കൊണ്ടുവരാം. അതിന് മുമ്പ് ഈ CPR ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ CPR ലൈൻസ് വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു അപ് ട്രെൻഡിലാണ് എന്നുണ്ടെങ്കിൽ, പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ CPR ലെവൽസ് മുൻപത്തെ CPR ലെവലിന് മുകളിലാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ CPR ലെവൽസിൽ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഈ ഒരു CPR ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പ്രൈസ് താഴേക്ക് വന്നപ്പോൾ, ഇവിടെ CPR ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വന്നപ്പോൾ ദെൻ പിന്നീട് അതൊരു ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറുന്ന കാണാനായിട്ട് പറ്റും. ആൻഡ് അവിടെ നിന്ന് വീണ്ടും പ്രൈസ് ഈ ഒരു CPR ലെവലിന് മുകളിലേക്ക് വന്നപ്പോൾ അത് വീണ്ടും ഒരു അപ് ട്രെൻഡ് ആയിട്ട് മാറുന്ന കാണാൻ പറ്റും. ആൻഡ് ഇവിടെ വീണ്ടും പ്രൈസ് ഈ ഒരു CPR ലെവലിന് താഴേക്ക് വന്നപ്പോൾ അത് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറുന്ന കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നിൽക്കുന്നത് പ്രൈസ് ഈ ഒരു CPR ലെവലിന് താഴെ തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു ഡൗൺ ട്രെൻഡ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു ബെയർ മാർക്കറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഈ CPR ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ CPR ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സ്കാൽപ്പിംഗ് ആയാലും ഡേ ട്രേഡിംഗ് ആയാലും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് ഇനിയും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഞാനിവിടേക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻസ് കൊണ്ടുവരാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മന്ത്ലി സപ്പോർട്ട് ലൈനാണ്. കഴിഞ്ഞ മാസത്തെ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 17K എന്ന് പറയുന്ന ഒരു ലെവലായിരുന്നു. അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 17K എന്ന് പറയുന്ന ലെവലായിരുന്നു. ആ ഒരു ലെവലിൽ പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു CPR ലെവലിന് താഴെയാണ് പ്രൈസ് നിൽക്കുന്നത്. അതായത് ഈ ഒരു മാസം സപ്പോർട്ട് വരുന്നത് 14K എന്ന് പറയുന്ന നമ്മൾ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ആ ഒരു ബെയറിഷ് പെനന്റിന്റെ ടാർഗറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസം നമുക്ക് ഈ ഒരു 14Kയിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഈ ഒരു CPR ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം 14Kയിലാണ് CPR ഇൻഡിക്കേറ്ററിലെ ഒരു ഫസ്റ്റ് സപ്പോർട്ട് എടുക്കുന്നത് ഈ ഒരു 14Kയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രീ ഫോൾ ആയിരിക്കില്ല, ഇതുപോലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫോൾ ആയിരിക്കില്ല നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. നമുക്ക് ഈ ഒരു CPR ലെവലിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും പ്രൈസ് ഇവിടേക്ക് വരാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം മുൻ വർഷങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു CPRൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പ്രൈസ് ഈ ഒരു CPRൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു CPRൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 ലൈൻസിൽ, അതായത് 24K, 23K, 21K, ഈ 3 ഏരിയകളിൽ നമുക്ക് ഈ ഒരു CPR ലെവൽസ് എടുക്കാനായിട്ട് പറ്റും. അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രൈസിന് നല്ല രീതിയിൽ റിജക്ഷൻസ് കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു ലെവൽസാണ്. ഇനി അതല്ല, ഈ ലെവൽസിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മാസം പ്രൈസ് മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു അപ് ട്രെൻഡോടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ പ്രൈസ് നിന്നുകൊണ്ട് ഈ ഏരിയയിൽ എവിടെ നിന്ന് വേണമെങ്കിലും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാം, പ്രൈസ് താഴേക്ക് വരാം. ഈ ഒരു ഫസ്റ്റ് സപ്പോർട്ടായിട്ടുള്ള 14Kയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സപ്പോർട്ട് എവിടെയാണ്? ഇവിടെ നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് ഈ ഒരു 24K എന്ന് പറയുന്ന ഈ ഒരു ലെവലായിരുന്നു ഇവിടുത്തെ കഴിഞ്ഞ മാസത്തെ ഫസ്റ്റ് സപ്പോർട്ട്. ആ ഫസ്റ്റ് സപ്പോർട്ടും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതേ മാസം തന്നെ പ്രൈസ് രണ്ടാമത്തെ സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു 17Kയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 14K ആണ്. അപ്പോൾ ആ ഒരു 14K എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 8K ആണ്. അതായത് $8,000 ബിറ്റ്കോയിൻ ഇറങ്ങി വരും എന്നാണ് നമുക്ക് CPR ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് നമുക്ക് അത് സപ്പോർട്ട് ഏരിയ വെച്ചുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഉള്ളത്. പക്ഷേ അവിടേക്ക് നമുക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഈ ഒരു 14K എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസവും നല്ല ബെയറിഷ് ആയിട്ടുള്ള ഒരു മാസം ആകാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ, ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ബെയറിഷ് ആയിട്ടുള്ള പെനന്റ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതുപോലെ നമുക്ക് CPR ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് CPR ഇൻഡിക്കേറ്റർ നമ്മൾ എടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് CPR ഇൻഡിക്കേറ്റർ. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് CPR ഇൻഡിക്കേറ്റർ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ CPR ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ബെയറിഷ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണ് നമുക്ക് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു 14K എന്ന് പറയുന്ന ലെവലിലേക്ക്
പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ മാസം തന്നെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ജസ്റ്റ് 6-ാം തീയതി മാത്രമേ ആയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു 14K പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഈ ഒരു CPR ഇൻഡിക്കേറ്ററിൽ നിന്നും ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ ഞാനൊരു പാരലൽ ചാനൽ വരച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ഈ പാരലൽ ചാനൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ പ്രൈസ് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് പ്രൈസിന് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ അവിടെ നിന്നായിരിക്കും പ്രൈസ് വീണ്ടും ഈ ഒരു പാരലൽ ചാനലിലേക്ക് സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റേ CPR ഇൻഡിക്കേറ്റർ വെച്ച് പറഞ്ഞ പോലെ തന്നെ CPR ഇൻഡിക്കേറ്റർ ഞാൻ അവിടെ ഇടുന്നുണ്ട്. CPR ലെവൽസ് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽസിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് തന്നെയായിരിക്കും പ്രൈസ് ഇനിയും താഴേക്ക് പോവുക. അതായത് ഈ ഒരു ലെവലിൽ ഈ ഒരു 21K എന്ന് പറയുന്ന ലെവലിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടായിരിക്കും പ്രൈസ് ഇനിയും താഴേക്ക് പോവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാരലൽ ചാനലിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെയധികം ബെയറിഷ് ആയിട്ടുള്ള ഒരു മാസം തന്നെയായിരിക്കും ഈ ജൂലൈ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ പ്രൈസ് ആക്ഷനും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.